അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ വളാഞ്ചേരി സംസ്ഥാന പാതയുടെ അരികിലായിട്ടാണ്. ഒരു ചരിത്രം പറയാൻ വന്നതാണ്. ചരിത്രം പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിലെ നാട്ടുകാർ ഈ നാട്ടിൻ്റെ അരികിൽ കൂടി കാൽനടയായിട്ടും മറ്റും ഒരുപാട് യാത്രക്കാർ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അവരുടെ ആരാധന കർമ്മങ്ങൾക്കും ശുദ്ധീകരണത്തിനും വേണ്ടി ഈ നാട്ടിലെ നാട്ടുകാർ നിർമ്മിക്കുന്ന കെട്ടിടമായിരുന്നു ഈ പുറകിൽ കാണുന്ന സ്രാമ്പി. ഒരുപാട് സ്രാമ്പികൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തെക്കൻ ഭാഗത്ത് ഇതിനെ തെക്കാവെന്നും മലബാറിൽ ഇതിനെ സറാമ്പി എന്ന പേരിലുമായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ കേരളത്തിലെ വളാഞ്ചേരിയിൽ പൂക്കാട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിതമായിട്ടുള്ള ഒരു സ്രാമ്പിയാണ് ഈ പുറകിൽ കാണുന്നത്. അക്കാലഘട്ടത്തിലെ സ്രാമ്പികളുടെ മഹത്വം എന്താണ്, അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പുഴക്കാട്ടിലെ ഈ സ്രാമ്പിക്ക് മുമ്പിലാണ് ഞാനിരിക്കുന്നത്. ഇതിൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. ഇവിടെ ഒരുപാട് കതിരുകൾ കാണുന്നില്ലേ, നെൽപ്പാടങ്ങളാണത്. ഇവിടെ കൂടുതലും അധിവസിച്ചിരുന്നത് കർഷക ജനതയായിരുന്നു. കർഷകർക്ക് തങ്ങളുടെ ജോലി സമയങ്ങൾക്കിടയിൽ ആരാധന നിർവഹിക്കാനും കുറച്ച് വിശ്രമിക്കാനും വേണ്ടി ഒരിടമുണ്ടായിരുന്നു, ഒരു പാറ. ആ പാറയിൽ പിൽക്കാലത്ത് ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളി നിർമ്മിച്ച തീയതി ഇവിടെ തന്നെ കൊത്തുവെച്ചിട്ടുണ്ട്. ഹിജ്റ വർഷം 1322 സഫർ 12-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ് ഇത് നിർമ്മിച്ചത്. അതായത് 1904 ഏപ്രിൽ 29. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ പള്ളി ഇന്നും അതിൻ്റെ തനത് രൂപത്തിൽ തന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകൃതി ഭംഗിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഈ പള്ളി ഇന്നും കൽബിനും കണ്ണിനും കുളിരാണ്, ഇബാദത്തിന് മധുരവുമാണ്. ഹാഫിൽ ഹസൻ മുസ്ലിയാർ ഈ നാട്ടുകാരുടെ ആത്മീയ അഭയകേന്ദ്രമായിരുന്നു. അദ്ദേഹം ആത്മീയതയുടെ വിളനിലമായ മഹാനവറുകളുടെ നിരവധി കറാമത്തുകളുടെ ഉടമ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളുടെയും സൃഷ്ടാവിലേക്കുള്ള പ്രയാണത്തിൻ്റെയും കേന്ദ്രം കൂടിയായിരുന്നു ഇത്. മഹാനവറുകളുടെ ചാരത്താണ് നമ്മളിപ്പോഴുള്ളത്. ഈ നാട്ടുകാരുടെ ആത്മീയ ചൈതന്യ കേന്ദ്രമായിരുന്നു മഹാനവറുകൾ. ചരിത്രമുറങ്ങുന്ന മൂന്നാക്കൽ പള്ളിയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ കുളമംഗലം പള്ളിയിലായിരുന്നു മഹാനവറുകളുടെ ജോലി. അക്കാലത്ത് വരൾച്ച മുറ്റിയപ്പോൾ നാട്ടുകാരെല്ലാം പരാതി ബോധ്യപ്പെടുത്താൻ മഹാനവറുകളെ തേടിയെത്തി. മഹാനവറുകളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമായി അന്ന് രാത്രി തന്നെ വരൾച്ചയ്ക്ക് പരിഹാരം കണ്ടു. പിന്നീട് ഇതുപോലത്തെ പല കറാമത്തുകളുടെയും നീണ്ട നിര തന്നെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു അനുഭവിച്ച ഒരാളിൽ നിന്ന് നമുക്ക് മഹാനവറുകളുടെ ചരിത്രം കേൾക്കാം. ഡോക്ടർമാർ അന്നൊക്കെ പണ്ടം പോയാലും വണ്ടി വരും അങ്ങനെ ചൂടാപ്പിങ്ങനെ. അപ്പോൾ മുമ്പിൽ എനിക്ക് കുത്തി എന്തെങ്കിലും തരണ്ട. ഇനി അവിടെ ഒരു പ്രസവേദന ഉണ്ടായാൽ വരും. ഇവരോട് പറഞ്ഞു ഇങ്ങനെ വെച്ച് കുടിച്ച് കൊടുക്കും. അവിടെ ഇത് ചെല്ലുമ്പോൾ തന്നെ ആൾ പ്രസവിച്ചിട്ടുണ്ടോ. എനിക്കതുപോലെ ഞാൻ പറഞ്ഞു. നാട്ടുകാരുടെ സകല പ്രശ്നങ്ങളിലും അത്താണി കൂടിയായിരുന്നു ഹാഫിൽ ഹസൻ മുസ്ലിയാർ. ഇന്നും മായാതെ അനേകായിരം ആളുകളുടെ ഉള്ളിൽ ആത്മീയ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് സ്രാമ്പികൾ നമ്മുടെ കേരളത്തിലെ അങ്ങിങ്ങായി നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പൂക്കാട്ടിരിയിലെ ഈ ഒരു സ്രാമ്പിയും താഴക്കോടും പെരിന്തൽമണ്ണയിലുമായി ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന സ്രാമ്പികൾ. ആത്മീയതയുടെ ചൈതന്യം നുകർന്നുകൊണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്രാമ്പികൾ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തിരിക്കുന്നു. നമുക്കും അവസാനിപ്പിക്കാം.